നിറയെ പൂക്കളും മൊട്ടുമായി നിൽക്കുകയാണ് നമ്മുടെ ചെമ്പരത്തി. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ്. ഇത് കൂടാതെ മറ്റൊരു ഹൈബ്രിഡും കൂടിയുണ്ട്. ഈ കണ്ടില്ലേ, ഇത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ വീഡിയോയിൽ വ്യക്തമായി പറയുകയും അതിന് പോംവഴി പറഞ്ഞു തരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നല്ല മഴയായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. മഴയൊക്കെ മാറിയപ്പോഴേക്കും ഈ ചെമ്പരത്തി നന്നായി തഴച്ചു വളരുകയും നിറയെ മൊട്ടുകൾ വരികയും ചെയ്തു. ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ്. അതുകൊണ്ടാണ് അത് നന്നായി തഴച്ചു വളരുകയും മൊട്ടിടുകയുമൊക്കെ ചെയ്തത്. ഈ സമയത്തൊന്നും തന്നെ ഞാൻ വളങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ലായിരുന്നു. മഴ സമയത്ത് വളങ്ങളൊന്നും ചെയ്തു കൊടുക്കാത്തതാണ് നല്ലത്. ദാ കണ്ടില്ലേ, ഈ ഇലയുടെ അടിഭാഗത്തായി പുഴുക്കൾ വരുന്നത് സാധാരണയാണ്. ഈ മഴ അങ്ങോട്ട് മാറുന്ന സമയത്താണ് നമുക്ക് പുഴുക്കളെയൊക്കെ കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അത് വീണ്ടും ഈ ചെടിയിലോട്ട് തന്നെ കയറാൻ സാധ്യതയുണ്ട്. പുഴുക്കളൊക്കെ നമ്മൾ മൊത്തം എടുത്ത് നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ പുഴുക്കളൊന്നും കാണാനില്ല. നിങ്ങളുടെ കയ്യിൽ സാഫ് പോലെയുള്ള ഫംഗിസൈഡൊക്കെ ഉണ്ടെങ്കിൽ അല്പം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലും ഇതിൻ്റെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പുഴുക്കളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. എൻ്റെ കയ്യിൽ ഉള്ള ഒരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണിത്. ഇത് നന്നായി പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മഴയായപ്പോൾ ഇത് ആകെ ചീത്ത ആകാൻ തുടങ്ങി. നമുക്ക് ഈ ചെടിയുടെ ചുവട് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചെടിച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു കല്ലിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമെല്ലാം വാർന്ന് പൊയ്ക്കോളും. ചെടി വേഗം ചീയത്തുമില്ല. ഇനി നമുക്ക് ഇളക്കിയിട്ടിരിക്കുന്ന ചെടിയുടെ ചുവട്ടിലോട്ട് കുറച്ച് സാഫ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മണ്ണും സാഫുമായി നമുക്ക് യോജിപ്പിക്കാം. ഇത് എൻ്റെ നാടൻ ചെമ്പരത്തിയാണ്. ഇതിൻ്റെ ചുവടും ഇതുപോലെ ഇളക്കിയ ശേഷം ഞാൻ സാഫ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഹൈബ്രിഡ് ചെമ്പരത്തി ഞാൻ ഒരു കല്ലിട്ട് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുന്നു. ഷെയ്ഡിൽ വയ്ക്കാൻ സൗകര്യമുള്ളവർ ഷെയ്ഡിൽ വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും വെള്ളം വീഴുകയും നമ്മുടെ ചെടികൾ കൂടുതൽ നശിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അത് അസൗകര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഒരു കല്ലിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ ചട്ടി എടുത്ത് വെച്ചിരുന്നാലും മതി. ഗാർഡൻ ടിപ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഹൈബ്രിഡ് ചെമ്പരത്തി ഉണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങൾ ഏത് വളമാണ് കൊടുക്കുന്നതെന്ന് കൂടി പറയാൻ മറക്കരുത്.